മലയോര മേഖല മാത്രമല്ല തീരദേശ മേഖലയ്ക്കുമുണ്ട് കാസർഗോഡ് തനതായ ഭംഗി. ചെറുതും വലുതുമായ 10-ലധികം നദികളുള്ള ജില്ലയിൽ പ്രധാനപ്പെട്ട പ്രത്യേകത തേജസ്വിനി പുഴയിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രയാണ്. അപ്പോൾ ആലപ്പുഴയിൽ മാത്രമല്ല ഹൗസ് ബോട്ട് യാത്ര കേട്ടോ. തേജസ്വിനി പുഴയോരത്തെ ഹൗസ് ബോട്ട് ടെർമിനലും അതിന്റെ വിശേഷങ്ങളിലേക്കുമാണ് അരുൺ പാറക്കൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഹൗസ് ബോട്ട് എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ആലപ്പുഴയല്ലേ? എന്നാൽ ആലപ്പുഴ മാത്രമല്ല, കാസർഗോഡുമുണ്ടൊരു ഹൗസ് ബോട്ട് ടെർമിനൽ. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമുക്ക് ആ ടെർമിനലിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാം, ഒപ്പം തേജസ്വിനി പുഴയുടെ മനോഹാരിതയും. അപ്പോൾ ഗൈസ്, നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ബോട്ടുകളുണ്ട്. അതുമാത്രമല്ല, ഒപ്പം ഈ ബോട്ട് ടെർമിനലിൽ ഒരു വായനശാലയുണ്ട്. നമുക്കതിൻ്റെ പ്രത്യേകതകളും ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഞാൻ ഈ ഹൗസ് ബോട്ട് ടെർമിനൽ എത്തിയപ്പോൾ തന്നെ 4 മിടുക്കന്മാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരെവിടെ പോയിട്ട് വരാൻ നമുക്ക് പരിചയപ്പെടാം. എവിടെ പോയിട്ട് വരിക? നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാം? നിങ്ങളെ കണ്ടപ്പോൾ തന്നെ പാട്ട് പാടുന്ന കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഏത് പാട്ട് പാടാത്തില്ല? ഒരു പാട്ട് പാടും. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ വിണ്ണും സൂര്യന്റെയും ചന്ദ്രികന്റെയും ഒന്നായവനെ കാലം കാട്ടുവെച്ച രക്ഷകനെ സിംഹാദവനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണം വന്ന തുമ്മിത്തിടില്ലേ ഇടുക്കി സിറ്റി വാടും രാജാവർക്ക് എല്ലാരും ചൊല്ല്. ഈ അടുത്ത കാലത്താണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വികസനം വന്നത്. വൈകുന്നേരങ്ങളിൽ ഇരിക്കാനും സൂര്യാസ്തമനം കാണാനൊക്കെ വളരെ സുന്ദരമായൊരു സ്ഥലമാണ് നീലേശ്വരം. അടിപൊളി, സൂപ്പറാ. ഇവിടെ നോർത്ത് കേരളയിൽ അത്ര ഇതുണ്ടായിരുന്നില്ല, ടൂറിസമിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വന്നാൽ സൂപ്പറാ. സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായി? ഇഷ്ടമായി. നാൽപ്പതോളം ഹൗസ് ബോട്ടുകൾ ഇവിടെയുണ്ട്. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കാൻ തേജസ്വിനി പുഴയുടെ കരയിലേക്ക് എത്തുന്നത്. അതെ, നീലേശ്വരം കോട്ടപ്പുറമാണ് ഹൗസ് ബോട്ട് ടെർമിനൽ. ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് 3 വർഷമായി ടെർമിനൽ. ഇവിടെ കാസർഗോഡ് ഇപ്പം ഏകദേശം 30ഓളം ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ തേജസ്വിനി പുഴയാണിത്. ഈ പുഴ സന്ധിക്കുന്നുണ്ട് അവിടെ അറബിക്കടലായിട്ട്. അവിടെ വൈകുന്നേരങ്ങളിൽ ഗസ്റ്റിന് സൺസെറ്റ് കാണാം. അതിന് തൊട്ട് പുളിമുട്ടുന്നൊരു ബീച്ചുണ്ട്. അവിടെയൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള നല്ലൊരു സ്ഥലമാണ്. പൊതുവേ ഹൗസ് ബോട്ട് നല്ല നിലയിൽ ആലപ്പുഴയൊക്കെ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഹൗസ് ബോട്ടിൻ്റെ ഹബ്ബായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അറബ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വരുന്നുണ്ട്, പിന്നെ മറ്റ് ഇൻ്റർ സ്റ്റേറ്റിൽ എല്ലാവരും വരുന്നുണ്ട്. ബാംഗ്ലൂർ, തമിഴ്നാട്, ഹൈദരാബാദ് ആയാലും ബോംബെ ആയാലും വരുന്നുണ്ട്. ഇഷ്ടംപോലെ എൻക്വയറി അവർ വരികയും ചെയ്യുന്നുണ്ട്. ഒഴിവു ദിനങ്ങളിൽ സമയം ചെലവഴിക്കാനും വൈകുന്നേരങ്ങളിൽ കാറ്റുകൊള്ളാനും കുടുംബസമേതം എത്തുന്നവരും ഏറെയാണ്. അടിപൊളി സ്ഥലം. ഇവിടെ നാടുണ്ടായ മുമ്പ്, ഇപ്പോൾ ബേക്കൽ ഫോർട്ട്. ഇടയ്ക്ക് വരും, ഇങ്ങോട്ട് വന്ന് ഫുള്ള് കാണും, ഫുള്ള് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് പോകും. ഉമ്മ ഇവിടെ തന്നെയാണ് സ്ഥലം? ഉമ്മാൻ്റെ നാട് കിടിയാന്ന് വടക്കര. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ബേക്കലദ്ദാതിൽ. ഭംഗിയൊക്കെ ഇവിടെ എത്രയോ മാറ്റം വന്നിട്ടുണ്ട്. മുന്നേ ഇതുപോലെ ഒന്നും അല്ല ഉണ്ടായില്ല. ഇപ്പോൾ ഈ പാലോപ്പണതിന് ശേഷം നല്ല മാറ്റം വന്നിന്.
കച്ചവട തിരക്കുള്ള വെള്ളി ശനി ഞായർ നല്ല ആളുണ്ട്. ജനങ്ങൾ പല നാട്ടിൽ നിന്നും ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരാൻ തുടങ്ങി. പലാഫൽ സാൻഡ്വിച്ച്, സ്പ്രിംഗ് റോള്, പൊട്ടോട്ടോ, പിന്നെ പാക്കറ്റ് ഐറ്റംസ്, ചായയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ബിസിനസ് തിരക്കേടില്ല, ആൾക്കാർ വരുന്നുണ്ട്, നല്ല ആൾക്കാർ വരുന്നുണ്ട്. സൂര്യാസ്തമയവും തേജസ്വിനി പുഴയുടെ മനോഹാരിതയും ആസ്വദിക്കാൻ എത്തുന്നവർക്കായി ഒരു വായനശാലയും ഇവിടെയുണ്ട്. കുറേ വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വായനായിടം, പൊതു വായനായിടം. ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് വായനായിടമായിട്ടാണ് ഇത് കാണുന്നത്. വൈകുന്നേരങ്ങളിൽ വരുന്ന എല്ലാവർക്കും ഇവിടെ 4 മണി മുതൽ 6:30 വരെ വായിക്കാനുള്ള സൗകര്യമുണ്ട്. സൗജന്യമാണ്. പുസ്തകം എടുത്ത് വായിച്ച് തിരിച്ചിവിടെ തന്നെ വെക്കാം. ഇങ്ങനെ ഈ ജില്ലയെ മനോഹരമാക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. രജീഷ് കരുവള്ളൂരിനും വിജേഷ് ഷണങ്ങൂരിനുമൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. അപ്പോൾ കാസർഗോട്ടെ തേജസ്വിനി പുഴ ഉയർത്തിയ ഹൗസ് ബോട്ട് ടെർമിനൽ കണ്ടല്ലോ. അത് ഒരുപക്ഷെ കേരളത്തിൽ ആലപ്പുഴയായിരിക്കും ഹൗസ് ബോട്ടുള്ള പേര് കേട്ട ഇടം. പള്ളാത്തുരുത്തി ഭാഗത്തൊക്കെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു ടെർമിനൽ, അവിടെ വായനായിടം, ഭക്ഷണം, ഒരു വെറൈറ്റിയായ കാഴ്ചയാണ്. അപ്പോൾ അവിടെ ഇനി അങ്ങനെ വളർന്ന് വികസിക്കട്ടെ. വടക്കൻ കേരളത്തിലുള്ളവർക്കൊക്കെ ആലപ്പുഴ വരെ വരണ്ട. അപ്പോൾ ഇനി തേജസ്വിനി പുഴയിലേക്ക് പോയാൽ, ആ തീരത്തേക്ക് പോയാൽ ഹൗസ് ബോട്ടിൻ്റെ എല്ലാ ആഡംബരത്തോടു കൂടിയുള്ള യാത്രയും സാധ്യമാകുന്നു എന്നാണ് അരുൺ പാറക്കൽ പറയുന്നത്. അപ്പോൾ കാസർഗോഡേക്ക് പോകുന്നവർ, കാസർഗോട്ടുള്ളവരൊക്കെ ആ തേജസ്വിനി പുഴയിലെ യാത്ര ആസ്വദിക്കുക.